ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ലാതെ ജീവിക്കുന്നവരാണ് മനുഷ്യരല്ലാത്ത ജീവികളൊക്കെ. നമുക്കറിയാം, രാവിലെ പക്ഷികൾ ഒട്ടിയ വയറുമായിട്ട് ഭക്ഷണം തേടിക്കൊണ്ട് പാറിപ്പോകും. അവർക്ക് എവിടെ പോയിട്ട് ഭക്ഷണം തേടണം, അല്ലെങ്കിൽ എങ്ങനെ തേടണം തുടങ്ങിയിട്ടുള്ള ഒരു കൈകാര്യ കർത്തൃത്വം അവർക്കറിയില്ല. പക്ഷേ എല്ലാം അവർ ദൈവത്തിൽ സമർപ്പിച്ച് അവർ കൂടിൽ നിന്നും പുറത്തു പോയി വൈകുന്നേരം കൂട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് അവരുടെ വയറ് നിറഞ്ഞ അവസ്ഥയിലായിരിക്കുമെന്ന് നമ്മുടെ നോട്ടത്തിലൂടെ കാണാൻ പറ്റും. ഇവർ ഒട്ടും ലക്ഷ്യബോധമില്ലെങ്കിൽ പോലും ഇവർ അള്ളാഹുവിൽ എത്രത്തോളം ഭരമേൽപ്പിക്കുന്നു എന്നതിൻ്റെ ഒരു ഉപമയാണ്. വിജയത്തിലും അന്നം തേടുന്നതിലുമെല്ലാം അവർ ഒരു ലക്ഷ്യബോധവുമില്ലാതെ എല്ലാം റബ്ബിൽ സമർപ്പിച്ചുകൊണ്ട് അന്നം തേടിപ്പോവുക എന്നുള്ളത്. അതുപോലെ ആയിരിക്കണം നമ്മുടെ തവക്കുലും നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതൊക്കെ. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലൗ അന്നക്കും കുന്തും തവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി. അള്ളാഹുവിൽ എങ്ങനെയാണോ തവക്കുലാക്കാൻ പറ്റുന്നത് അவ்விധത്തിൽ നിങ്ങൾ തവക്കുലാക്കുന്ന ആളുകളാണെങ്കിൽ ലറുസിഖ്തും കമാ തുർസഖു ത്വയ്റു തഅദു ഖിമാസൻ വതറൂഹു ബിതാന എന്ന് വിശുദ്ധമായ ഹദീസിൽ പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ ശ്രദ്ധയോടുകൂടിയിട്ട് വേണ്ട രൂപത്തിൽ നിങ്ങൾ തവക്കുലാക്കിയാൽ പുലർച്ചെ സമയത്ത് വയറൊട്ടിക്കൊണ്ട് പ്രദോഷ സമയത്ത് വയർ നിറഞ്ഞ അവസ്ഥയിൽ ഒരു പക്ഷി മടങ്ങി വരുന്ന രൂപത്തിൽ നിങ്ങളുടെ വയറിനെ റബ്ബ് നിറക്കും. നിങ്ങൾക്ക് വേണ്ട അന്നം റബ്ബ് നൽകും, നിങ്ങൾക്ക് വേണ്ട പരിഗണന റബ്ബ് നൽകും. നിങ്ങളുടെ തവക്കുൽ ശരിയായ രൂപത്തിലായിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ പരിഗണനയും നിങ്ങളുടെ റബ്ബ് നൽകുമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിൽ തവക്കുലാക്കണം. റബ്ബിൽ തവക്കുലാക്കാത്തൊരു ജീവിതം ഒരു മുഅ്മിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. രാവിലെ പോകുമ്പോൾ ഒരു ലക്ഷ്യവുമില്ല, എവിടെ പോകണമെന്നില്ല. നമുക്ക് ജോലി ഒക്കെ ഉള്ള ആളുകളാകാം, ജോലി ഇല്ലെങ്കിൽ പോലും റബ്ബ് എവിടുന്നെങ്കിലൊക്കെ അന്നം ഒപ്പിച്ച് തരുന്നുണ്ടെങ്കിൽ അതിൽ തവക്കുൽ, നമ്മുടെ ആഴത്തിലുള്ള ഒരു തവക്കുൽ ഉണ്ട് എന്നുള്ള ബോധം നമുക്കും തന്നെ വേണം. ഇല്ലെങ്കിൽ നമ്മൾ റബ്ബിൽ എല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ട് റബ്ബാണ് നൽകുന്നത്, റബ്ബാണ് തിരിച്ചെടുക്കുന്നത് എന്നുള്ള ബോധത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം.